ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് തക്കാളിയും സവോളയും കൂടിയിട്ട് ഉടച്ചത്, മുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഉടച്ചത്. ഇത് നമുക്കിപ്പോൾ എവിടേക്കെങ്കിലും പോയി വരികയാണോ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറുണ്ണാൻ പറ്റും. പിന്നെ ചോറിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവോള ഇതേമാതിരി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ അധികം പഴുപ്പായിട്ടില്ല. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് വേണം, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും വേണം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം. അപ്പം ഇനി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ സവോള ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ഒന്നല്ലെങ്കിൽ നമ്മൾ ചോപ്പറിൽ വെച്ചിട്ട് ചെറുതാക്കി നുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ ഇങ്ങനെ കത്തി കൊണ്ടാണ് എനിക്ക് എളുപ്പമായിട്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുക്കണം. ഇതേമാതിരി നമ്മൾ ചെറുതാക്കി നുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ സവോള ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തു. ചോപ്പറിലാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. നമുക്ക് കത്തി കൊണ്ട് നുറുക്കാമെങ്കിൽ ചോപ്പറിലാക്കിയാലും മതി. പിന്നെ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ നല്ലതാണത്. ഇപ്പം അധികമായിട്ട് പഴുത്തിട്ടില്ല. ഇനി തക്കാളി ഇതേമാതിരി നമുക്ക് ചെറുതാക്കിയിട്ട് നുറുക്കിയെടുക്കാം. ഇതേമാതിരി അതേമാതിരി ഒന്ന് ചെറുതാക്കിയിട്ട് നുറുക്കിയെടുക്കാം. അതേമാതിരി കരിവേപ്പിൻ്റെ ഇല ഇതേമാതിരി ചെറുതാക്കിയിട്ട് പൊട്ടിച്ചിട്ട് ഇടണം. അപ്പം ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് നുറുക്കിയെടുക്കട്ടെ. അപ്പം ഞാൻ ഇതെല്ലാം ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തു കേട്ടോ. ഇനി നിങ്ങൾക്ക് കത്തി കൊണ്ട് നുറുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചോപ്പറിൽ വെച്ചിട്ട് ഇതേമാതിരി നുറുക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതേമാതിരി തിരുമ്പുക. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഇതേമാതിരി തിരുമ്പുക. നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നമുക്ക് ഒരു കറിയില്ലെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. സൈഡ് ഡിഷായിട്ടും കഴിക്കുക, പെട്ടെന്ന് ഒരു കറിയില്ലെങ്കിലും ഇത് കൂട്ടിയിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.